ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേരാഫഡ് കാറ്റഗറി നമ്പർ 242/2024 ആ ഒരു എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് സിലബസ് ആണ്. സോ അപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് വരുന്നൊരു എൻക്വയറിയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കോഴ്സ് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കോഴ്സ് എഡ്യൂക്കെയറിൽ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ ടോപ്പിക്കുകളുടെ എല്ലാം റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, ടോപ്പിക് വൈസ് ആയിട്ട് വരുന്ന നോട്ട്സ്, PDF, അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക്കിൻ്റെയും ഓൺലൈൻ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പ്സും മെൻറ്റർ സപ്പോർട്ടും അവൈലബിൾ ആണ്. ഫീസ് വരുന്നത് 999 രൂപയാണ്. ടോട്ടൽ ഫീസാണ്, എക്സാം വരെ ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ സിലബസിലോട്ട് കിടക്കാം. സോ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് സിലബസ്, സോ അതിൽ ആദ്യത്തെ പാർട്ടായിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 12 മാർക്കാണ്. സോ അടുത്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 14 മാർക്സ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ് വരുന്നത്. സോ അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 12 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ജാവ. സോ ഇതിന് 12 മാർക്കാണ് വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം 12 മാർക്കാണ്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കാണ്. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കാണ് വരുന്നത്. ഈ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്ക്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പല ടോപ്പിക്കുകളും നമ്മൾ ഓൾറെഡി HSST കമ്പ്യൂട്ടർ സയൻസിനായിട്ട് പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ്. സോ അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ കൃത്യമായിട്ട് ഈ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ തന്നെ എത്താനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു പോകും. താങ്ക് യു.